നമ്മൾ ആദ്യമായിട്ട് കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. വിമാനത്തിൻ്റെ ആ ഒരു ബോഡിയും ചിറകൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരത്തിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സ്കെച്ച് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലായിരിക്കും നമ്മുടെ പ്ലെയിൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു റഫായിട്ടുള്ള ആ ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വരച്ചിരിക്കുന്ന ആ ഭാഗത്തിലൂടെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മളിനി പ്ലെയിൻ്റെ ബോഡി നമ്മൾ മരത്തിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ കാർവ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ വരച്ചത് വെട്ടിയിട്ടുള്ള ഈ ഒരു പീസ് പ്ലെയിൻ്റെ ബോഡിയാണ്. അപ്പോൾ അത് നമ്മൾ വരച്ച് എടുക്കുകയാണ്, മരത്തിൻ്റെ മുകളിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മരത്തിൻ്റെ ആ ഒരു പീസിൻ്റെ 4 സൈഡിലും ഈ ഒരു ഷേപ്പ് നമ്മൾ ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്തതായിട്ട് ആ ഒരു മരത്തിൻ്റെ ഒരു പീസ്, സ്ക്വയർ ഷേപ്പിലുള്ള മരത്തിൻ്റെ ഒരു പീസിന് നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ടുള്ള ആ മാർക്കിലൂടെ നമ്മൾ കാർവ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിനെ കാർവ് ചെയ്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാക്കിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈനിൻ്റെ പുറത്തേക്ക് അധികം പോകാത്ത രീതിയിൽ വേണം നമ്മളിതിനെ കാർവ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിന് നമ്മൾ ഈ ഒരു കാണുന്ന പോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പ്ലെയിൻ്റെ ചിറകുകളാണ് നമുക്ക് മുറിച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ പലക പോലെയുള്ള ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള വഴിയിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് മുറിക്കുന്ന സമയങ്ങളിലെല്ലാം നന്നായിട്ട് ശ്രദ്ധയോടെ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്, ഇല്ലെങ്കിൽ കൈ മുറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഇങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് ഔട്ട്ലൈനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഈ ചിറകെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് എയറോഡൈനാമിക് ഷേപ്പിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിറകിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കാർവ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ പ്ലെയിൻ്റെ ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മൾ കാർവ് ചെയ്തിരിക്കുന്ന ആ ഒരു പീസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മൾ ആ പ്ലെയിൻ്റെ ഷേപ്പിൽ ഉള്ള പോലെ ഒരു കൂർത്ത ഷേപ്പാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബാക്ക് ഭാഗത്ത് കൂർത്ത ഷേപ്പും ഫ്രണ്ട് ഭാഗത്ത് ഒരു ഉരുണ്ട ഷേപ്പും ആക്കിയിട്ട് നമുക്ക് ഇതിനെ അടുത്തതായിട്ട് കൺവേർട്ട് ചെയ്യാം.
നമ്മുടെ ഇതിൻ്റെ ഷേപ്പ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ റഫായിട്ടുള്ള ആ ഒരു ഏരിയ മുഴുവൻ സ്മൂത്ത് ആക്കാനായിട്ട് നമ്മൾ സാൻഡിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെയിനായിട്ടുള്ള സെക്ഷൻ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മെഷീൻ വെച്ചിട്ട് സാൻഡ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സാൻഡ് ചെയ്ത് സ്മൂത്ത് ആകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ 180 സൈസിലുള്ള ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സർഫസ് മുഴുവൻ സാൻഡ് ചെയ്തിട്ട് സ്മൂത്താക്കി എടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഫൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 220 സൈസിലുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ സാൻഡിങ് ചെയ്യുന്നത്. ഈ ഒരു സാൻഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പോളിഷിംഗ് എല്ലാം കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളിത് ഈ 2 മരത്തിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ വിമാനത്തിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്നത്. ഇതാണ് 2 എൻജിൻ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അടുത്തതായിട്ട് ഇത് പിടിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ഹോൾഡർ നമ്മൾ മരത്തോണ്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിറകുകളും പിന്നെ വിമാനത്തിൻ്റെ ആ ഒരു മെയിൻ ബോഡിയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഹോളുകളാണ് നമ്മൾ ചിറകിന് ഇട്ട് കൊടുക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ ചെറിയ ആണി അല്ലെങ്കിൽ കമ്പി കഷ്ണങ്ങളും നമ്മൾ വെച്ച് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 2 ചിറകുകളും നമ്മൾ വിമാനത്തിൻ്റെ ബോഡിയിലും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഹോളുകൾ ഇട്ടിട്ട് അതിൽ നമുക്ക് പിടിപ്പിക്കാം. നമ്മൾ ആ ചിറക് ഇതുപോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിറകുകളും ബാക്കിലുള്ള റഡാറും പിന്നെ ചെറിയ ചിറകുകളും എല്ലാം ഇതേ മാനുവലിൽ നമുക്ക് പിടിപ്പിക്കാം.
നമ്മളിപ്പോൾ പ്ലെയിൻ്റെ എല്ലാ ചിറകുകളും നമ്മൾ അതിൻ്റെ ബോഡിയിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അത്ര ഉറപ്പുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് മരത്തിൻ്റെ പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഒട്ടിയിരുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഈ ജോയിൻറ്റുകളെല്ലാം ഒന്ന് സ്മൂത്താക്കി എടുക്കാനായിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ട് നന്നായി വരച്ച് സ്മൂത്താക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു എഞ്ചിൻ്റെ ഭാഗം, 2 എഞ്ചിൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ ഹോൾഡറോട് കൂടിയിട്ടുള്ള ഭാഗം നമുക്ക് ചിറകിൻ്റെ അടിയിൽ ഇതുപോലെ പിടിപ്പിക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ വീൽസാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ആ റൗണ്ട് ഷേപ്പിലുള്ള ഒരു മരത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 10 വീലുകൾ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 10 പീസുകൾ നമുക്ക് ഇതായി കാണുന്ന പോലെ സാൻഡ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് പ്ലെയിനുമേൽ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പ്ലെയിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പീസ്, ഒരു പീസ് താഴത്ത് ബേസ് ആയിട്ടും ഒരു പീസ് നമ്മൾ മുകളിൽ ആ ഒരു പ്ലെയിന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു കർവ്ഡ് ഷേപ്പ് നമ്മൾ കാർവ് ചെയ്തിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് 2 സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പീസ് നമ്മൾ ബലമായിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലെയിൻ നമ്മൾ ഉറപ്പിക്കുന്നത്. പ്ലെയിൻ ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്ലെയിനിൻ്റെ മുകളിലും നമ്മൾ ചെറിയൊരു പീസ് മരത്തിൻ്റെ ഒരു ചെറിയൊരു സെക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മളതിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. നമ്മൾ പ്ലെയിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്പ്രേ പെയിൻ്റാണ്. അതേപോലെ തന്നെ ബേസിൽ നമ്മളൊരു ബ്ലാക്ക് എമൽഷൻ പെയിൻറ്റുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇതിൻ്റെ സ്റ്റാൻഡിന് ഞാൻ ഒരു ബ്ലാക്ക് കളറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്കിനി അടുത്തതൊക്കെ ആയിട്ട് ഇതിൻ്റെ മിററാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാസ്ക് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം, ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം മാസ്ക് ചെയ്തിട്ട്
ബാക്കിയുള്ള ഭാഗം അതാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പറിച്ച് കളയാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വിൻഡോ, ഫ്രണ്ടിലത്തെ ആ ഒരു വിൻഡോൻ്റെ ഷേപ്പ് നമുക്ക് ഇതിൽ കിട്ടും. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലുള്ള വിൻഡോസാണ്. യാത്രക്കാർ കാണുന്ന ഭാഗത്തുള്ള വിൻഡോസും പിന്നെ അതിൻ്റെ ഡോറുകളുമാണ്. അത് നമ്മൾ ഒരു സ്കെച്ച് പെന്ന് പെയിൻറ്റിൽ മുക്കിയിട്ടാണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടെയിലിന് നമ്മളൊരു റെഡ് കളറാണ് കൊടുക്കുന്നത്. ആ ഒരു റെഡ് കളറും നമുക്ക് ടെയിലിന് അപ്ലൈ ചെയ്യാം. നമ്മുടെ പ്ലെയിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വിൻഡോയും ബാക്കിയുള്ള മിററുകളെല്ലാം നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ്റെ ആ ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ നമ്മൾ ബ്ലാക്ക് കളറിൽ ഒരു റൗണ്ട് ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മരത്തിന് അതിൻ്റെ സ്റ്റാൻഡിന് പിടിപ്പിക്കുന്ന ആ ഭാഗവും നമ്മൾ ബ്ലാക്ക് കളറായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലെയിൻ പിടിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.